നൂറുകണക്കിന് ആളുകൾ നിങ്ങൾ നോക്കുന്നില്ലേ, ഇതാ ഇവിടെ വെയിലത്ത് നിൽക്കുകയാണ്. ഇടപെടുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു വാഷ്റൂം പോകാനുള്ള സൗകര്യം കൊടുക്കണ്ടേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രാവിലെ ജോലിക്ക് വന്ന ആളുകളോട് ഇന്നു മുതൽ ജോലി ഇല്ലാന്ന് പറയാണ്. മര്യാദയാണോ ഇത്? ഇല്ല, അത് ഇവരുടെ സ്പേസ് ആണല്ലോ ഇത്. അവിടേക്ക് കയറാൻ ഇപ്പൊ നമ്മൾ കയറാൻ പറഞ്ഞു, അവർ കയറി, ഇപ്പൊ ആളുകൾ കയറി. അങ്ങനെ ഇവര് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവര് ഡോർ അടച്ച് അവരെ പുറത്ത് നിർത്തുക. നിങ്ങളും കണ്ടില്ലേ എത്ര മണിക്കൂറുകളായി. ഞങ്ങൾ ഇവിടെ ഇത് അറിഞ്ഞു വന്നവരാണ്. ഞങ്ങൾ ഇത് അറിഞ്ഞ് ഇവിടെയുള്ള പല ആളുകളും എംപ്ലോയീസും നമ്മളെയൊക്കെ ബന്ധപ്പെട്ടു. അതിനടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിട്ട്. നോക്കുമ്പോൾ ഇവരൊക്കെ ഇതാ ഈ പുറത്തിങ്ങനെ നിൽക്കുകയാണ്, അഭയാർത്ഥികളെ പോലെ മാറി നിൽക്കുക. വാഷ്റൂമിൽ പോണ്ടേ, അവരുടെ മറ്റു കാര്യങ്ങളില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങിയവരായി ഇവര്. ഇതിന്റെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. അവര് പലരും ഒരു ഭയമുണ്ട്. ഓരോ സംസാരം നമ്മളിതൊന്നും തുറന്നാ ചർച്ച നടത്തുമ്പോ സ്വാഭാവികമായിട്ട് അവരെ ഉള്ളിൽ ഇരുത്തണ്ടേ? റോഡിൽ ഇറക്കിയിട്ടാണോ ചർച്ച നടത്തുക? അത് മര്യാദയാണോ? മാത്രമല്ല, ഈ പുറത്തു നിൽക്കുന്ന മണിക്കൂറുകൾ ഇന്ന് ഉച്ചയായി. ഈ സമയമായിട്ടും അവർക്കൊന്നും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. അവർ രാവിലെ 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടവരാണ്. അവർക്ക് ബാത്റൂമിൽ പോണ്ടേ? ഇത് എന്തൊരു മര്യാദയില്ലാത്ത പരിപാടിയാണിത്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇതാരാ ഇതിന്റെ ഉടമകളെന്നും ഇതിന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാരാരാന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഇവിടെ ഇടപെട്ടു, ഇവരോട് തുറക്കാൻ പറഞ്ഞു. നമ്മൾ വാശി പിടിച്ച ഇവർ തുറന്നു. ഏതായാലും അത് ഒരു മനുഷ്യത്വപരമായ ഇടപെടലാണല്ലോ. ഇത് കണ്ടു നിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചു. ബാക്കി നമുക്ക് ഗവൺമെന്റും മറ്റു സംവിധാനമൊക്കെ ആലോചിച്ച് നോക്കാം എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അങ്ങനെ ഇത് ഈ കേരളത്തിൽ വന്നിട്ട് ഇതൊരു വെള്ളരിക്കാപ്പട്ടണമല്ലല്ലോ. കേരളത്തിൽ വന്നിട്ട് ശുദ്ധ തോന്നിയാസം ചെയ്ത് പോകാൻ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇതിന്റെയൊക്കെ ഹെഡ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ആൽവിൻ ഉണ്ട്, പിന്നെ എന്തൊരു മുബഷിർ അബീഗോ, അങ്ങനെ ആരോ ആണ്. അവരൊക്കെ ഇവിടെ ഇടപെടുന്നവരാ, ഈ കേരളത്തിലെ ഹെഡും മറ്റുമാണ്. ഇവരെ പറഞ്ഞ് മറ്റെന്തോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതായാലും അത് മറ്റ് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കേണ്ട ചർച്ചകളുടെ അടിസ്ഥാനത്തിലൊക്കെ വരേണ്ട തീരുമാനങ്ങളാണ്. ഇവിടെ മന്ത്രിമാർ ഇടപെടണം അടിയന്തരമായി. സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണം. ഇത്രയും 900 ആളുകളെ ഈ സംസ്ഥാനത്തിലെ ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഇങ്ങനെ വെയിലത്ത് നിർത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് ഇടപെടാൻ. ഇവിടെ തൊഴിൽ മന്ത്രിക്ക് ഇടപെടാൻ ഉത്തരവാദിത്തമുണ്ട്, നിയമവകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പാവപ്പെട്ട ആളുകളെ മുഴുവൻ ഈ റോഡിൽ ഇറക്കി നിർത്തിയിട്ട് ചർച്ച എന്ന് പറഞ്ഞ പ്രഹസനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആരാ ചർച്ച പങ്കെടുക്കുന്നത്? ഏതൊരു ഉദ്യോഗസ്ഥനെ വേണ്ടി ചർച്ച പങ്കെടുപ്പിക്കുക? ഇവിടെ മന്ത്രിമാർ വന്ന് ചർച്ച പങ്കെടുക്കണം. അതിനല്ലേ ഇവിടെ ഈ സംവിധാനം? വ്യവസായ നഗരമല്ലേ? ഇത് 1-2 ആളുടെ പ്രശ്നമല്ല. 900 ആൾ ഇന്ന് ഇത് അനുവദിക്കപ്പെട്ടാൽ നാളെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരെയും പിരിച്ചുവിടും. ആളുകൾക്ക് തൊഴിൽ സുരക്ഷ വേണ്ടേ? സ്പേസ് ഉപയോഗിച്ച് ജോലി പ്രവേശിക്കാൻ കഴിയില്ല. ജോലി പ്രവേശിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ സ്പേസിൽ അവർ ഇത്ര ഞങ്ങൾ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ. പക്ഷെ ചർച്ചയ്ക്ക് മുന്നേ തന്നെ ഇവരെല്ലാം റോഡിൽ ഇങ്ങനെ ഈ വെയിലത്ത് നിർത്തിയിട്ട് എന്താ തോന്നിയാവസ്ഥയിലേക്ക് കാണിക്കുന്നത്? അത് അനുവദിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഓഫീസുകൾ ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ പ്രവർത്തിക്കണോ വേണ്ടിയോ ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ കുറച്ച് ആളുകൾക്കുള്ളിൽ ഇരുന്ന് ഇവരെല്ലാം പുറത്താക്കിയിട്ട് ഓഫീസ് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണെങ്കിൽ അതിൻ്റെതായ മര്യാദ പാലിക്കണം. തൊഴിലാളികളോട് അനുകൂലമായ സമീപനം സ്വീകരിക്കണം. പിരിച്ചുവിടുന്നതിന് മുന്നേ മര്യാദയുടെ നിലയിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം. ഇത് ഒരു നോട്ടീസും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ച് വിട്ട് റോഡിൽ നിന്നോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ശക്തമായ ഈ സമരത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. ഇവർ നടത്തുന്ന ഈ പ്രതിഷേധത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ ഡിവൈഎഫ്ഐ കൊടുക്കും.